ഗുഡ്നെസ് ടെലിവിഷൻ്റെ ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പരമ്പരയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ മനോഹരമായ 10-ാമത്തെ അധ്യായമാണ് നാം ഇന്ന് പഠന വിചിന്തന വിഷയമാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ 10-ാമത്തെ അധ്യായത്തിലെ വിവരണത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ കണ്ടിരുന്നു. 9-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം നാം ഒരു സന്നിഗ്ധാവസ്ഥയിൽ എത്തിച്ചേരുന്നു. കാഹളങ്ങളുടെ ആ ബാധയ്ക്ക് ശേഷം, ആ മഹാമാരികൾക്ക് ശേഷം ഭൂവാസികളാരും അനുതപിക്കുന്നില്ല. അവരുടെ ഹൃദയം കൂടുതൽ കഠിനമാക്കുന്നതേയുള്ളൂ. അപ്പോൾ നാം ചോദിക്കുന്നൊരു ചോദ്യം, ഈ ഭൂവാസികൾ ആരാധന സമൂഹത്തോടൊപ്പം രക്ഷിക്കപ്പെടേണ്ടവരല്ലേ? അതോ അവർ പൂർണ്ണമായിട്ടും നാശത്തിലേക്ക് പോകേണ്ടവരാണോ? അപ്പോൾ ഈ ഭൂവാസികൾ നാശത്തിലേക്ക് പോകേണ്ടവരാണെങ്കിൽ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി അത് ചുരുക്കം ചിലർക്ക് വേണ്ടി മാത്രമുള്ളതാണോ? അങ്ങനെയെങ്കിൽ ദൈവം കരുണയുടെ ദൈവമാണ് എന്ന് നാം പറയുന്നതിൻ്റെ അർത്ഥമെന്ത്? അപ്പോൾ എല്ലാവരെയും തൻ്റെ സൗദത്തിലേക്ക് ആനയിക്കുന്നവനല്ലേ ദൈവം എന്ന് നാം ന്യായമായിട്ടും ചോദിച്ചു പോകും. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള, നമ്മുടെ സംശയത്തിനുള്ള ഉത്തരമാണ് 10-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കാണുക. ഇവിടെ ആരാധന സമൂഹത്തിന് ഒരു ദൗത്യം ലഭിക്കുന്നത് ഇവിടെ വിവരിക്കുന്നു. അപ്പോൾ ആ ഒരു വിവരണമാണ് നമ്മൾ ദൂതൻ കൊണ്ടുവരുന്ന ചെറിയ ചുരുളിലൂടെ അവതരിപ്പിക്കുക. ഇപ്പോൾ ചുരുളിനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് നമ്മൾ കണ്ടതാണ്. 5-ാമത്തെ അധ്യായത്തിൽ കാണുന്ന വലിയ ചുരുളുണ്ട്. അത് ഈ ലോകചരിത്രത്തെക്കുറിച്ചുള്ള, മനുഷ്യജീവിതത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ അടങ്ങിയിരിക്കുന്ന ഒരു ചുരുളാണത്. അപ്പോൾ അതിൻ്റെ മുദ്രകൾ തുറക്കുമ്പോൾ നാം ആ ദൈവിക പദ്ധതിയിലേക്ക്, അതിൻ്റെ ആഴങ്ങളിലേക്ക്, രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചായിരുന്നു. 1-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ മുതൽ നാം ഒക്കെ തിരിച്ചറിയുന്ന ചില കാര്യങ്ങൾ, ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ ആ സാന്നിധ്യം, ഇനി ആ സാന്നിധ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം തിന്മയെ വിലയിരുത്താൻ എന്ന് നമ്മൾ കാണുന്നു. പിന്നെ തിന്മയുടെ ശക്തികളാൽ അല്ലെങ്കിൽ പീഡനങ്ങളാൽ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നവർ, മരണം ഏറ്റുവാങ്ങുന്നവർ, അവരുടെ രോദനങ്ങൾ, ഇനി എത്ര നാൾ ഞങ്ങൾ സഹനം തുടരണം എന്നുള്ളവരുടെ രോദനങ്ങൾ, പിന്നീട് ദൈവസന്നിധിയിൽ ഓടി ഒളിക്കുന്നവർ, പിന്നെ ദൈവത്തിന് മുന്നിൽ രക്ഷകൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരാരാണ് എന്നത് 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. അതായത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി വെളുപ്പിച്ചവരാണ്. അതായത് യേശുവിനോട് വിശ്വസ്തത പുലർത്തുന്നവരാണ് ആ രക്ഷയിൽ, യേശുവിന് ഉദ്ധാനത്തിൽ പങ്കുചേരുന്നത് എന്ന് നമ്മൾ കണ്ടു. പിന്നെ തുടർന്ന് വരുന്ന കാഹളങ്ങളുടെ വിവരണത്തിൽ ഈ ദൈവജനത്തിൻ്റെ ആരാധന സമൂഹത്തിൻ്റെ വെളിപ്പെടുത്തിന് കീഴെയുള്ള ആ രക്തസാക്ഷികളുടെ ആ രോദനത്തിന് ഉത്തരമായിട്ട്, ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ഭൂവാസികളെ ശിക്ഷിക്കുന്ന നമ്മൾ കാണുന്നു. തിന്മയുടെ ശക്തികളുടെ മേൽ ദൈവം ഇടപെടും നമ്മൾ കാണുന്നു. പക്ഷേ അതിൻ്റെ അവസാനമുള്ള ആ ഒരു അവസ്ഥ, ഈ ശിക്ഷകൾക്ക് ശേഷവും അവർ മാനസാന്തരപ്പെടുവാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഒരു ദൂതൻ ചുരുളുമായിട്ട് വരുന്നത്, ചെറിയ ചുരുളുമായിട്ട്, ദൈവിക സന്ദേശം ഉൾക്കൊള്ളുന്ന ചുരുളുമായിട്ട് വരുന്നത്. ഇനി ഈ ചുരുളിനെക്കുറിച്ച് ഉള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഈ ക്ലാസ്സിൽ കാണാം. 3-ാമത്തെ വാക്യം, 10-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം, സിംഹം ഗർജിക്കുന്ന പോലെ വലിയ സ്വരത്തിൽ അവൻ വിളിച്ചു പറഞ്ഞു. അവൻ വിളിച്ചു പറഞ്ഞപ്പോൾ 7 ഇടിനാദങ്ങൾ മുഴങ്ങി. അപ്പോൾ സിംഹം ഗർജിക്കുന്ന പോലെ, അപ്പോൾ സിംഹഗർജനം അത് പഴയ നിയമത്തിലൊക്കെ ആ ദൈവത്തിൻ്റെ ആ ഒരു ഗാംഭീര്യമേറിയ ശബ്ദമായിട്ട് ആണ് അവതരിപ്പിക്കപ്പെടുന്നത്.
ഉദാഹരണത്തിന് ആമോസിൻ്റെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അത് വിധിയുടെ അല്ലെങ്കിൽ തിന്മയുടെ ശക്തിക്കെതിരെയായിട്ടുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഭയമുളവാക്കുന്ന ശബ്ദമാണ്. മാത്രമല്ല അത് രക്ഷയുടെ ശബ്ദം കൂടിയാണ്. സിംഹത്തിൻ്റേതുപോലൊരു ശബ്ദം രക്ഷയുടെ ശബ്ദമാണ്. അതിന് ഹോസിയായുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിലെ ആ വാക്യം അത് നമുക്ക് ഉപോത്ബലകമായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ദൈവിക സ്വരമാണ് നാം ഇവിടെ കേൾക്കുന്നത് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അപ്പോൾ സിംഹം ഗർജിക്കുന്നത് പോലെ എന്നത് സൂചിപ്പിക്കുന്നത് ഇത് ദൈവത്തിൽ നിന്ന് വരുന്ന ശബ്ദം തന്നെയാണ് എന്നതാണ്. ഇനി പറയുന്നു 7 ഇടിനാദങ്ങൾ മുഴങ്ങി. 7 ഇടിനാദങ്ങൾ 7 ഇടിനാദങ്ങൾ തങ്ങളുടേതായ ശബ്ദത്തിൽ മുഴങ്ങി എന്നാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ഉള്ള പരിഭാഷ. അപ്പോൾ 7 ഇടിനാദങ്ങൾ എന്താണ് 7 ഇടിനാദങ്ങൾ? അതിൻ്റെ ഒരർത്ഥം വെളിപാടിലുള്ള ഒരു പ്രതീകമാണ്, ഈ സംഖ്യാ പ്രതീകമാണ് 7 എന്നത്. അപ്പോൾ അത് പൂർണ്ണതയെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ 7 എന്നത് പറയുന്നത് ആ പൂർണ്ണത, ആ ദൈവികത ഒക്കെ നമുക്ക് അർത്ഥമാക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇനി അതുപോലെ തന്നെ വേറെ ഒരു അർത്ഥമുള്ളത് പഴയ നിയമത്തിൽ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ 29-ാമത്തെ അധ്യായത്തിൽ കർത്താവിൻ്റെ സ്വരം 7 പ്രാവശ്യം ആവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് 29-ാമത്തെ അധ്യായത്തിൽ. ഉദാഹരണം 29-ാം അധ്യായം 3-ാമത്തെ വാക്യം, കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു, ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. 4-ാമത്തെ വാക്യം, കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്, കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. അല്ലെങ്കിൽ 6-ാമത്തെ വാക്യം, അവിടുന്ന് ലെബനോനെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു. അപ്പോൾ അങ്ങനെ 8-ാമത്തെ വാക്യത്തിൽ വീണ്ടും കർത്താവിൻ്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. 9-ൽ കർത്താവിൻ്റെ സ്വരം ഓക്കുമരങ്ങളെ ചുഴറ്റുന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്വരം എന്നത് ഇവിടെ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ 7 ഇടിനാദങ്ങൾ ആ പഴയ നിയമത്തിലുള്ള കർത്താവിൻ്റെ ഗാംഭീര്യമേറിയ പ്രപഞ്ചം മുഴങ്ങി നിൽക്കുന്ന ആ ദൈവത്തിൻ്റെ സ്വരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികളുടെ പൂർണ്ണത ഇതിൽ ഉൾക്കൊള്ളുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം. ഇനി ഈ 7-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ സംഭവിക്കുന്നതാകാം ഇതിൻ്റെ ഉള്ളടക്കം. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 7-ാമത്തെ കാഹളം മുഴങ്ങുമ്പോൾ അത് പിന്നീട് 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം അത് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിവരണമാണ് വെളിപാടിലെ അവസാന അധ്യായങ്ങളിലുള്ള പുതിയ ജെറുസലേമിൻ്റെ വിവരണത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെയാകാം ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു വിവരണം നമ്മൾ കാണുക. ഇപ്പോൾ നമുക്കത് ഈ ശബ്ദം അത് പൂർണ്ണമായിട്ട് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കാത്തതാണ്. അപ്പോൾ 7 ഇടിനാദങ്ങളുടെ ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കില്ല. 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു സ്വരം പറയുന്നത് കേട്ടു, ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമാക്കുക, അത് എഴുതരുത്. അപ്പോൾ ഞാൻ എഴുതാനായിട്ട് തുടങ്ങിയപ്പോൾ യോഹന്നാൻ അപ്പോൾ ആ 7 ഇടിനാദങ്ങൾ മുഴങ്ങിയപ്പോൾ തനിക്ക് ലഭിച്ച ആ രഹസ്യങ്ങളെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച അത് എഴുതുവാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ ശ്രമിച്ചു തുടങ്ങി എന്നാണ് അർത്ഥമാക്കുക. പക്ഷേ ദൈവം പറയുന്നു, ആ 7 ഇടിനാദങ്ങൾ പറഞ്ഞത് മുദ്രിതമാക്കുക, അത് എഴുതരുത്. അപ്പോൾ എഴുതാതെ മുദ്ര വയ്ക്കുക എന്ന്. ഇപ്പം എന്താണ് എഴുതാതെ മുദ്ര വയ്ക്കുക എന്നത്? അപ്പോൾ അതിൻ്റെ അർത്ഥം യോഹന്നാന് ലഭിക്കുന്നത് വളരെ അവാച്യമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എന്നതാണ്. വാക്കുകളിൽ പ്രകടിപ്പിക്കാൻ സാധിക്കാത്ത ഒരു അനുഭവം. ഇപ്പോൾ വാക്കുകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്ത അനുഭവം എങ്ങനെയാണ് എഴുതി വയ്ക്കുക? അപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായി എന്നത് നമുക്ക് ഇവിടെ അതിനെ വ്യാഖ്യാനിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരെ ഇപ്പോൾ അറിയിക്കരുത് എന്നതുകൊണ്ടാകാം
അത് എഴുതരുത്, അത് മുദ്ര വയ്ക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇപ്പം ഇവിടെ നമുക്ക് പറയാവുന്ന വേറൊരു കാര്യം, ദൈവത്തിൻ്റെ പദ്ധതികൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നതാണ്. അപ്പോൾ നാം എത്രയൊക്കെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിച്ചാലും ദൈവത്തിൻ്റെ പദ്ധതികൾ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം ദൈവം നമ്മെക്കുറിച്ച് തയ്യാറാക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് അവിടെ നിന്ന് ഒരുക്കിയിരിക്കുന്ന കാര്യങ്ങൾ, ആ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കാണ് പറയുവാനായിട്ട് സാധിക്കുക? അപ്പോൾ ഈ രഹസ്യത്തിൻ്റെ ദൈവപദ്ധതിയുടെ രഹസ്യാത്മകതയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി തുടർന്ന് യോഹന്നാൻ പറയുന്നു, 5-ാമത്തെ വാക്യം, കടലിലും കരയിലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ സ്വർഗത്തിലേക്ക് ഉയർത്തി, ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച എന്നും എന്നേക്കും ജീവിക്കുന്നവനെ കൊണ്ട് ആണയിട്ടു, ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. അപ്പോൾ ദൂതൻ, നമ്മൾ നേരത്തെ കണ്ട കരയിലും കടലിലുമൊക്കെ ചവിട്ടി നിൽക്കുന്ന ആ ദൂതൻ തൻ്റെ വലങ്കൈ മുകളിലേക്ക് ഉയർത്തി. ഇപ്പോൾ കരയിലും കടലിലും നിൽക്കുന്ന ദൂതനെ നമ്മൾ കണ്ടു. അത് പ്രപഞ്ചം മുഴുവൻ അതിൻ്റെ ശക്തിയുണ്ട്. മാത്രമല്ല അത് കരയും കടലും എന്നത് പിന്നീട് വരുന്ന വിവരണങ്ങളിൽ മൃഗം കയറി വരുന്നത് കരയിൽ നിന്നാണ്, അതുപോലെ കടലിൽ നിന്നാണ്. അപ്പോൾ ആ തിന്മയുടെ ശക്തികൾക്ക് മീതെ അധികാരമുള്ളവൻ എന്ന് വേണമെന്നൊക്കെ എടുക്കുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ വലങ്കൈ ഉയർത്തി പറയുമെന്ന് പറയുമ്പോൾ അത് ദൈവത്തെ സാക്ഷി നിർത്തി സത്യം ചെയ്യുന്നതിൻ്റെ സൂചനയാണ്. ഇപ്പോൾ നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ ഇതിൻ്റെ ഒരു സൂചന കാണുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 12-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യം, അരുവിയുടെ മുകൾ ഭാഗത്ത് നിന്നിരുന്ന ചണവസ്ത്രധാരി വലത്ത് കൈയും ഇടത്ത് കൈയും ആകാശത്തിന് നേരെ ഉയർത്തി എന്നേക്കും ജീവിക്കുന്നവൻ്റെ നാമത്തിൽ ആണയിടുന്നത് ഞാൻ കേട്ടു. അത് സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും വരെ ആയിരിക്കും. വിശുദ്ധ ജനത്തിൻ്റെ ശക്തി താർക്കുന്നവൻ്റെ അന്ത്യമാകുമ്പോൾ ഇത് നിവൃത്തിയാകും. അപ്പോൾ ഇതിവിടെ ഈ പറയുന്ന ഒരു സൂചന അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒന്നാമത്തേത്, ഇത് തിന്മ കൊടുകുത്തി വാഴുന്ന ലോകത്തിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിറവേറും എന്നുള്ള ഒരു ഉറപ്പ് ഇത് നൽകുന്നുണ്ട്. ഇനി ദാനിയേലിൻ്റെ ആ പുസ്തകത്തിലെ വിവരണവുമായിട്ട് നമ്മൾ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് കാണാം, ഇത് അവിടെ ഉപയോഗിക്കുന്ന ആ സമയത്തിൻ്റെ സൂചന, സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നുള്ളത് പിന്നീട് 11-12 അധ്യായങ്ങളിൽ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്നാണ് ഇത് പൂർത്തിയാകുന്നത്? അപ്പോൾ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവൻ്റെ അന്ത്യമാകുമ്പോൾ, POCയിലെ പഴയ തർജ്ജമയിൽ പരിഭാഷ അല്പം വ്യത്യസ്തമാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള വേഷം പുതിയ തർജ്ജമയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ദൈവജനത്തെ ദ്രോഹിക്കുന്നവൻ്റെ ശക്തി തകരുമ്പോൾ എന്നാണ് അർത്ഥം. അതായത് അവരെ പീഡിപ്പിക്കുന്നവരുടെ അന്ത്യമാകുമ്പോൾ എന്നാണ് അർത്ഥമാകുന്നത്. അപ്പോൾ ദൈവം തരുന്ന ഉറപ്പെന്താണ്? ദൈവജനത്തെ പീഡിപ്പിക്കുന്നവരുടെ അന്ത്യം അടുത്തു കഴിഞ്ഞു. അപ്പോൾ വലത്ത് കൈ ഉയർത്തി പ്രഖ്യാപിക്കുന്നത് ഈ തിന്മയുടെ ശക്തികൾക്ക് അന്ത്യമായി, അല്ലെങ്കിൽ അതിന് കാലാകാലത്തോളം നിലനിൽക്കുവാൻ സാധിക്കില്ല എന്ന കാര്യമാണ് അത് വ്യക്തമായിട്ട് പറയും. അപ്പോൾ തിന്മയുടെ ശക്തികൾ എന്നും നിലനിൽക്കുമെന്നുള്ള ആ ഒരു മൂഢവിശ്വാസമൊന്നും നമുക്ക് വേണ്ട. ഇനി ഇവിടെ ആകാശവും ഭൂമിയും സമുദ്രവും എന്ന ആ സൂചന അത് പ്രപഞ്ചത്തിൻ്റെ 3 തലങ്ങളെയാണ് സൂചിപ്പിക്കുക. അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ നാഥനായ ദൈവത്തെ കൊണ്ടാണ് ദൂതൻ ഇവിടെ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ എന്നും ജീവിക്കുന്നവനായ ദൈവത്തെ സാക്ഷി നിർത്തി പറയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് എന്താണ്? താൻ പറയുന്ന കാര്യങ്ങൾ അത് തീർച്ചയായിട്ടും അത് പൂർത്തിയാകും എന്ന് തന്നെയാണ്. അപ്പോൾ ആ വാഗ്ദാനങ്ങൾ എന്നും നിലനിൽക്കും എന്നാണ് അർത്ഥമാകുന്നത്. ഇനി തുടർന്ന് പറയുന്ന ആ വാക്യം അതിൻ്റെ അർത്ഥം നമ്മൾ അല്പം കൂടുതൽ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 6-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, ഇനി കാലവിളംബം ഉണ്ടാകില്ല. ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല. എന്താണ്
ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇവിടെ കാലം എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്നത് ക്രോണോസ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇവിടെ പറയുന്നത് ഇനി സമയം ഉണ്ടാവുകയില്ല. അപ്പോൾ ചിലർ ഈ ഒരു പദപ്രയോഗം എടുത്തിട്ട് ഇനി സമയം ഉണ്ടാവുകയില്ല, there will not be any more time but timelessness എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. അതായത് ഇനി സമയമുണ്ടാവുകയില്ല, ഇനി ഉണ്ടാവുന്നത് എന്താണ്? നിത്യതയാണ്. പക്ഷേ അതാകാനായിട്ട് സാധ്യത കുറവാണ്. അപ്പോൾ അതല്ല ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ചിലർ പറയും താമസമുണ്ടാവുകയില്ല. അപ്പോൾ താമസം ഉണ്ടാവുകയില്ല എന്ന് എടുത്തിട്ട് ഇതാ ലോകാവസാനം ഉടൻ വരാൻ പോകുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ നമുക്കറിയാം ഒത്തിരിയേറെ പേര് ലോകാവസാനം വരുമെന്ന് പറയുന്നവരൊക്കെ ഉണ്ട്. ഒത്തിരിയേറെ ചില സെക്റ്റുകളുടെ നേതാക്കളൊക്കെ അതുപോലെ പലപ്പോഴും പ്രഖ്യാപിക്കാറൊക്കെ ഇല്ലേ, ഇതാ ലോകാവസാനമായി എന്ന്. അപ്പോൾ കാലവിളമ്പ് ഉണ്ടാവുകയില്ല എന്നത് ഇതാ ലോകാവസാനം അടുത്തിരിക്കുന്നു എന്ന വിധത്തിലും വ്യാഖ്യാനിക്കുന്നവർ ഉണ്ട്. ഇനി രണ്ടാമത്തെ അധ്യായം, വെളിപാട് രണ്ടാമത്തെ അധ്യായത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ജസബേലിനെ കുറിച്ചുള്ള ആ ഒരു വിവരണം അതിനെ അടിസ്ഥാനമാക്കിയിട്ട് അവർക്ക് മാനസാന്തരത്തിനുള്ള സമയം നൽകി. 2:21 വെളിപാട് 2:21 തിയത്തീറയിലെ സഭയ്ക്കുള്ള കത്തിൽ നിന്നുള്ളതാണ്. ജസബേലിനെ കുറിച്ചാണ് പറയുന്നത്. മാനസാന്തരപ്പെടാൻ ഞാൻ അവൾക്ക് സമയം നൽകി, എന്നാൽ തൻ്റെ വ്യഭിചാരത്തിൽ നിന്ന് മാനസാന്തരപ്പെടാൻ അവൾ കൂട്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ ആ സമയം അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദവും ഈ ക്രോണോസ് തന്നെയാണ്. അപ്പോൾ അതെടുത്തിട്ട് ചില പറയും അപ്പോൾ ആ ജസബലിന് കൊടുക്കുന്ന സമയം അപ്പോൾ എന്തിനുള്ള സമയമാണ്? മാനസാന്തരത്തിനുള്ള സമയം. അപ്പോൾ മാനസാന്തരത്തിനുള്ള ആ സമയം കഴിഞ്ഞു എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. അതായത് ഇനി ആർക്കും മാനസാന്തരപ്പെട്ട് ദൈവത്വത്തിലേക്ക് വരാൻ സാധിക്കുകയില്ല, ഇതാണ് ലോകത്തിൻ്റെ അന്ത്യനിമിഷം എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ അതാകാനും സാധ്യതയില്ല. കാരണം അനുതാപത്തെക്കുറിച്ച് പിന്നീടുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അനുതാപം നമ്മൾ 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം ദൈവത്തെ സ്തുതിക്കുന്നത് കാണുന്നുണ്ട്. പിന്നീട് 22-ാമത്തെ അധ്യായത്തിൽ എല്ലാ ഇലകൾ ജീവൻ്റെ വൃക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇലകൾ ജനതകളുടെ സൗഖ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറയുമ്പോൾ അവിടെയും അർത്ഥമാക്കുന്നത് ഈ ജനതകളെല്ലാം ദൈവത്തിലേക്ക് വരും എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ വെളിപാടിൻ്റെ അവസാന ഭാഗങ്ങളിൽ ജനതകൾ തങ്ങളുടെ പ്രകാശം പുതിയ ജെറുസലേമിലേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറയുമ്പോഴും അർത്ഥമാക്കുന്നത് ഇവരൊക്കെ ഈ ഭൂവാസികളൊക്കെ മാനസാന്തരപ്പെട്ട് ഇവിടേക്ക് വരുമെന്നാണ്. അപ്പോൾ അനുതാപത്തിൻ്റെ സന്ദേശം പിന്നീട് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് ഇനി അനുതാപത്തിനുള്ള സമയം കഴിഞ്ഞു എന്നാണ് ഇത് അർത്ഥമാക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. പിന്നെ എന്തായിരിക്കാം ഇതിൻ്റെ അർത്ഥം? അപ്പോൾ അല്പസമയം കൂടി എന്നിടത്ത് നമ്മൾ കാണുന്നത് ഈ ക്രോണോസ് തന്നെയാണ്. വെളിപാട് 6-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അല്പസമയം കൂടി കാത്തിരിക്കുവാനായിട്ട് അവരോട് പറഞ്ഞു. അപ്പോൾ ഈ അല്പസമയം കൂടി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ അത് കാത്തിരിപ്പിൻ്റെ സമയം അവസാനിച്ചു എന്നായിരിക്കാം ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ കാത്തിരിപ്പിൻ്റെ സമയം, അതായത് 5-ാമത്തെ മുദ്ര തുറന്നു കഴിയുമ്പോൾ ബലിപീഠത്തിൽ കീഴെ നിൽക്കുന്നവരുടെ ആ ഒരു ചോദ്യം, ഇനി എത്ര നാൾ കൂടി? അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് അല്പസമയം കൂടി കാത്തിരിക്കുവാനായിട്ട് പറയുന്നത്. അപ്പോൾ അത് രക്ഷാകര പദ്ധതിയുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് പറയുക. അപ്പോൾ രക്ഷാകര പദ്ധതി ഇതാ പൂർത്തിയാകാൻ പോകുന്നു എന്ന വിധത്തിലാണ് നാം ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആരാധന സമൂഹത്തിന് നൽകുന്ന ഒരു പ്രത്യാശയുടെ സന്ദേശം തന്നെയാണ് ഇത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ ആശയം തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ. അവിടെയും അദ്ദേഹം കൈ ഉയർത്തി പറയുന്നു. അപ്പോൾ അവിടെ പറയുന്നുണ്ട് ഇനി സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും. അപ്പോൾ അതുവരെയും ആ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവൻ്റെ അന്ത്യമാകുമ്പോൾ എന്ന് പറയുന്നുണ്ട്. അതായത് ആ ദൈവജനത്തെ പീഡിപ്പിക്കുന്നവർ, അപ്പോൾ അവരാ പീഡിപ്പിക്കുന്നതിൻ്റെ കാലം ഇത് അവസാനിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം ഏതാണ്? അത് സമയങ്ങളും സമയത്തിൻ്റെ പകുതിയുമാണ്. അപ്പോൾ അതിശയകാര്യങ്ങൾ സംഭവിക്കാൻ എത്ര നാളെന്ന ചോദ്യത്തിന് നൽകുന്ന ഉത്തരം
വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കുന്നവൻ്റെ അന്ത്യമാകുമ്പോൾ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നുള്ള ആ ഒരു ഉത്തരം. അപ്പോൾ കാലവിളംബം ഇനി ഉണ്ടാവുകയില്ല എന്നുള്ളത് അത് രക്ഷ ഇതാ പൂർത്തിയാകാൻ പോകുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. അപ്പോൾ ഈ സൂചന, ഈ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്നുള്ളത് നമ്മൾ ഈ 11, 12 അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ആശയം പിന്തുടർന്നുകൊണ്ട് 11-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ദേവാലയത്തിലുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദേവാലയവുമായിട്ട് ബന്ധപ്പെടുത്തിയാണല്ലോ ആ വിശുദ്ധ ജനത്തിൻ്റെ ശക്തി തകർക്കുന്നതിൻ്റെ അന്ത്യമാകുമ്പോൾ എന്ന് പറയുന്നത്. അപ്പോഴാണ് ആ ആലയത്തിന് അല്ലെങ്കിൽ ആലയത്തിൽ രക്ഷയുണ്ടാകുക, ആലയത്തിൽ ആരാധിക്കുന്നവർക്ക് മോചനമുണ്ടാകുക എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 11-ാം അധ്യായത്തിലും സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഈ ദേവാലയത്തിൻ്റെ സംരക്ഷണം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ ദൈവജനത്തിൻ്റെ സമയം അത് അവർ അനുഭവിക്കുന്ന സഹനങ്ങളുടെ സമയമാണ്. അതോടൊപ്പം തന്നെ അത് മൃഗം പീഡനങ്ങൾ അഴിച്ചുവിടുന്ന സമയമാണ്. അപ്പോൾ മൃഗം പീഡിപ്പിക്കുന്ന സമയവും ദൈവജനം ഈ സഹനത്തിലൂടെ കടന്നു പോകുന്ന സമയമൊക്കെ ഒന്ന് തന്നെയാണ്. അതാണ് ഈ സമയവും സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും എന്ന ആ പ്രയോഗത്തിലൂടെ അവതരിപ്പിക്കുക. അത് 12-ാമത്തെ അധ്യായത്തിൽ 1260 ദിവസം എന്ന പ്രതീകത്തിലൂടെ അവതരിപ്പിക്കും. നമ്മളതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ വിശദമായിട്ട് കാണും. അപ്പോൾ ഈ കാലവിളംബം ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ ഇത് ഇവരുടെ കാത്തിരിപ്പിൻ്റെ സമയം അവസാനിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇനി കാത്തിരിപ്പിൻ്റെ സമയം അവസാനിക്കുന്നു, രക്ഷ ഇത് സമാഗതമാകുന്നു. അപ്പോൾ രക്ഷ സമാഗതമാകുന്നത് അത് 11-ാമത്തെ അധ്യായത്തിൽ അവസാനം നമ്മൾ കാണുന്നുണ്ട്. 7-ാമത്തെ കാഹളം മുഴക്കുമ്പോൾ നമ്മൾ ആ രക്ഷ സമാഗതമാകുന്ന കാര്യം നമ്മൾ വിശദമായിട്ട് കാണും. ഇനി ഇവിടെ തുടർന്നുള്ള ആ ഭാഗം നമുക്കൊന്ന് കാണാം. 7-ാമത്തെ വാക്യം. 7-ാമത്തെ ദൂതൻ മുഴക്കാനിരിക്കുന്ന കാഹളധ്വനിയുടെ ദിവസങ്ങളിൽ തൻ്റെ ദാസരായ പ്രവാചകരെ ദൈവം അറിയിച്ച രഹസ്യം പൂർത്തിയാക്കപ്പെടും. അപ്പോൾ 7-ാമത്തെ കാഹളധ്വനിയുടെ ആ ദിവസം. അപ്പോൾ ഇവിടെ 7-ാമത്തെ ആ കാഹളധ്വനിയുടെ ആ ദിവസം അത് തീർച്ചയായിട്ടും ദൈവം തൻ്റെ പദ്ധതികൾ പൂർത്തിയാക്കുന്ന ആ ദിവസം തന്നെയാണ്, ആ നാളുകൾ തന്നെയാണ്. ദൈവം ആത്യന്തികമായിട്ട് ചരിത്രത്തിൽ ഇടപെടുന്ന ആ ദിനങ്ങൾ തന്നെയാണ്. അപ്പോൾ ഈ ദൈവം ആത്യന്തികമായിട്ട് ഇടപെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലോകരാജ്യങ്ങൾ ദൈവത്തിൻ്റെ രാജ്യമായിട്ട് മാറുന്നു. 11-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ ഭാഗം എടുക്കുമ്പോൾ നമ്മൾ അത് കാണും. അപ്പോൾ ദൈവം ഭൂമിയിൽ ഇടപെടുമ്പോൾ യാഥാർത്ഥ്യമാകുന്ന രക്ഷയുടെ നാളുകളാണ് ഇവിടെ സൂചിപ്പിക്കുക. ഇപ്പോൾ 7-ാമത്തെ കാഹളധ്വനിയുടെ ദിനങ്ങളെന്ന് പറയുമ്പോൾ ദൈവം ആത്യന്തികമായിട്ട് ഇടപെടുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി ഇവിടെ പറയുന്നു തൻ്റെ ദാസരായ പ്രവാചകരെ അറിയിച്ച. അപ്പോൾ ദാസരായ പ്രവാചകരെ അറിയിച്ച എന്ന് പറയുമ്പോൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ദാസരായ പ്രവാചകരെന്ന് പറയുമ്പോൾ പഴയ നിയമ പ്രവാചകരെയും ക്രിസ്തീയ പ്രവാചകരെയും അത് അർത്ഥമാക്കുന്നു. യോഹന്നാൻ അവരിൽ ഒരുവൻ മാത്രം. അപ്പം അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ആ സന്ദേശം, പ്രവാചകരോട് നൽകപ്പെട്ട ആ സന്ദേശങ്ങൾ മുഴുവൻ ഇവിടെ യാഥാർത്ഥ്യമാകുന്നതായിട്ടാണ് ഇവിടെ അവതരിപ്പിക്കുക. ഇപ്പോൾ യോഹന്നാൻ ആ പ്രവാചക പാരമ്പര്യത്തിൽ അവസാനത്തെ കണ്ണിയെന്ന് പറയാം. അതിൻ്റെ അവസാനത്തെ എല്ലാ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്ന ആ ഒരു രംഗമാണ് ഇവിടെ യോഹന്നാനിൽ നമ്മൾ കാണുക. അപ്പോൾ പ്രവാചകൻ ദൈവത്തിൻ്റെ സന്ദേശം ജനത്തെ അറിയിക്കുന്നവനാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യം ഇവിടെ അറിയിക്കുക എന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ദൈവത്തിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി എന്നല്ല പറയുക. അപ്പോൾ ആ ഒരു പ്രയോഗത്തിൽ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നവൻ. അപ്പോൾ സന്ദേശം അറിയിക്കുക എന്നതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇവങ്കെലിറ്റ്സോ എന്നാണ്. ഇവങ്കെലിറ്റ്സോ എന്ന പദത്തിൻ്റെ അർത്ഥം സദ്വാർത്ത അറിയിക്കുക എന്നതാണ്. അപ്പോൾ ഈ രഹസ്യം സദ്വാർത്തയായിട്ട് അറിയിച്ചു. അപ്പോൾ പ്രവാചകന്മാരിലൂടെ ദൈവം സദ്വാർത്തയായിട്ട് അറിയിക്കുന്ന ആ രഹസ്യം. അപ്പോൾ
ദൈവജനത്തിന് സന്തോഷമേകുന്ന ഉണർവേകുന്ന ആ വാർത്ത തന്നെയാണിത്. നമുക്ക് സദ്വാർത്തയായിട്ട് അറിയിക്കുക എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിലുള്ള പശ്ചാത്തലം കൂടി നമ്മളൊന്ന് എടുക്കുക. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യുദ്ധവേളയിൽ ഇസ്രായേൽ ജനം യുദ്ധത്തിന് പോകുമ്പോൾ ആ വിജയത്തിൻ്റെ സന്ദേശവുമായിട്ട് വരുമ്പോൾ ഇവിടെ സദ്വാർത്ത അറിയിച്ചു എന്നാണ് പറയുക. അപ്പോൾ അതുപോലെ ആ ഇസ്രായേൽ ജനത്തിന് രക്ഷ ലഭിച്ചതുപോലെ ഇവിടെ ആരാധന സമൂഹത്തിന് രക്ഷ, ദൈവം വാഗ്ദാനം ചെയ്ത ആ രക്ഷ ലഭിക്കുന്ന ആ സന്ദേശം തന്നെയാണ് ഇവിടെ അറിയിക്കുന്നത്. അപ്പോൾ ദാസർ അറിയിച്ച ആ രക്ഷയുടെ ആ സന്ദേശം, അപ്പോൾ ആ സന്ദേശം ഇത് യാഥാർത്ഥ്യമാകുവാനായിട്ട് പോകുന്നു എന്നാണ് പറയുക. ഇനി ആ യാഥാർത്ഥ്യമാകുവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അത് നമ്മൾ തുടർന്നുള്ള ഭാഗത്ത് നമ്മൾ കാണും. അത് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഏവർക്കും വണക്കം.